എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെരി സ്പെഷ്യലാണ്, വെറൈറ്റിയാണ്, അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു പായസമാണ്. വിഷുവിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു പായസം. എന്നാൽ ഇനി ഒട്ടും ടൈം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു ചുവന്ന റോസാപ്പൂ വേണം കേട്ടോ, ഒരെണ്ണം മതി. ഇതിൻ്റെ ഉൾവശത്തുള്ള ചെറിയ പെറ്റൽസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഇങ്ങനെ പിച്ചി പറിച്ചെടുക്കുക. കുറച്ച് ഔട്ടറിലുള്ള വലിയ പെറ്റൽസ് ഒന്നും വേണ്ട, അതിന് ഇത്തിരി കനം കൂടുതലുണ്ടാവും, ഫ്ലേവറും കുറവായിരിക്കും, ടേസ്റ്റും കുറവായിരിക്കും. അപ്പോൾ പിന്നെ ഇനി വേണ്ടത് തുളസി ഇലയാണ്. ഇതും കുറച്ചെടുത്ത് വയ്ക്കാം. എന്നിട്ട് ഈ റോസ് പെറ്റൽസ് എടുത്തിട്ട് നന്നായി വാഷ് ചെയ്യാം. അതുപോലെ തന്നെ തുളസി ഇലയും നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കാം. ഇത് ഈ പായസത്തിലേക്ക് ചേർക്കാനുള്ള ഫ്രൂട്ട്സാണ്. അത് എത്ര വെറൈറ്റി വേണമെങ്കിലും ചേർക്കാം, ഏകദേശം ഇത്ര ഒരളവ് മതിയാവും. ഇതിനകത്ത് ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനിയാണ് ഒരു സ്റ്റീമർ എടുക്കണം. എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ആവി വരുമ്പോഴേക്കും ഈ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഇത് ആദ്യം ഇട്ടത് ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളാണ്, പിന്നെ ആപ്പിൾ ഇട്ടിട്ടുണ്ട്, പൊമഗ്രനേറ്റ് ഇടുന്നുണ്ട്, പച്ച ഗ്രേപ്സ് ഇടുന്നുണ്ട്, അതിനുശേഷം സീഡ്ലെസ് ആയിട്ടുള്ള ബ്ലാക്ക് ഗ്രേപ്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്, റോസ് പെറ്റൽസ് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ തുളസി ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വാഷ് ചെയ്തതാണ്. എന്നിട്ടാണ് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുന്നത്. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്ത് വെക്കുക, അടച്ച് വെച്ചിട്ട്. കറക്റ്റ് 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഓഫ് ചെയ്യാം. എന്നിട്ട് തുറക്കാം. ഒട്ടും തന്നെ ഇനി ഇതിനകത്ത് വയ്ക്കരുത്, പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മാറ്റണം, ഓവർ കുക്കായി പോവും. ഇത് കറക്റ്റ് ഒരു കുക്കിംഗ് ആണ്, കുക്കായിട്ടില്ല, ആ ഒരു ക്രിസ്പിനെസ് മാറിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് മാറ്റുക, എന്നിട്ടൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം. ഒരു നെറ്റോ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് മൂടി മാറ്റി വയ്ക്കുക. ഇനി 1/2 കപ്പ് അളവിൽ ഉണക്കലരി എടുക്കാം. എന്നിട്ട് ഇതൊന്നും നുറുക്കിയെടുക്കണം. ബ്രോക്കൺ ആയിരിക്കണം നമുക്ക് പായസം വയ്ക്കാൻ ഏറ്റവും നല്ലത്. അപ്പം ഞാനിത് നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായി വാഷ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ നുറുങ്ങിയ അരിയാണ് പായസത്തിന് എപ്പോഴും നല്ലത്. ഞാൻ കുക്കറിലാണ് ഇത് വെക്കാൻ പോകുന്നത്, അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പായസം നീട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഞാൻ 3/4 കപ്പ് പഞ്ചസാരയും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നേരിയ മധുരമുള്ള പായസമായിരിക്കും ഇങ്ങനെ ചെയ്താൽ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അടുപ്പത്ത് തുറന്ന് വെച്ച് തിളച്ച ശേഷം അതിൻ്റെ മൂടിയിട്ടിട്ട് വെയിറ്റ് ഇട്ട് വയ്ക്കാം. എന്നിട്ട് ഏറ്റവും ചെറിയ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ കുക്ക് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ പോപ്പി സീഡ്, കസ്കസ് എന്ന് പറയില്ലേ, അതെടുത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വയ്ക്കാം. ഇതിടുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നല്ലൊരു കൂളിംഗ് ഏജൻറ്റാണ്, അതുപോലെ തന്നെ ഭംഗിയുമാണ് ചേർത്ത് കഴിഞ്ഞാൽ. 1 ടേബിൾ സ്പൂൺ സബൂദന എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ തിളപ്പിച്ചെടുക്കുക. ഇതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പായസക്കൂട്ടുണ്ടല്ലോ, അത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞ് സ്റ്റീം എല്ലാം പോയി ഞാൻ തുറക്കുകയാണ്. അത് നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈം കറക്റ്റ് 1/2 മണിക്കൂർ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചതാണ്. സ്റ്റീമെല്ലാം പോയിട്ടാണ് തുറന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇലയിലേക്ക് ഒഴിക്കാൻ പറ്റിയൊരു പാചകത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളത്തിന് പകരം 1 കപ്പ് വരെ വെള്ളം ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ മധുരവും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ടിട്ട് ഫ്രൂട്ട്സുകൾ നമ്മൾ സ്റ്റീം ചെയ്ത് തണുപ്പിച്ച് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. തുളസിയിലയും പെറ്റൽസ്, റോസ് പെറ്റൽസും എല്ലാ തരം ഫ്രൂട്ട്സും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലത്ര നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ കുക്കറിലേക്ക് തന്നെ ഞാൻ മാറ്റി കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ പറ്റി എല്ലാം കൂടെ. ഇനി ഈ സമയത്ത് 1 നുള്ളുപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടുതൽ രുചി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ കൂടി പോവരുത്. അപ്പം നമ്മുടെ പായസം സെറ്റ് റെഡിയായി. ഇപ്പം ഞാൻ പോപ്പി സീഡ്സ് കുതിർന്നിട്ടുണ്ട്, അതിട്ട് ഒന്ന് മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സബൂദന വെന്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇത് ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമില്ല. ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും കാണാനൊരു ഭംഗി ഉണ്ടാവും.
പിന്നെ ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഞാനിതിൻ്റെ മേലേക്ക് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുവാണേ. ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചാലുണ്ടല്ലോ ആർക്കായാലും ഒന്ന് കഴിക്കണം എന്ന് തോന്നും അല്ലേ. ഭംഗി മാത്രമല്ല കേട്ടോ, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണിത്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുള്ള, അതായത് ഉണക്കലരി പായസം കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ രുചി എന്താണെന്ന്. അപ്പം ഞാൻ എന്തായാലും ഒന്ന് കഴിക്കട്ടെ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പം ഈ പെറ്റൽസിൻ്റെ ടേസ്റ്റ്, റോസ് പെറ്റൽസിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതും ലീവ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, തുളസി, കുറേ ഫ്രൂട്ട്സും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്നും പറയാനില്ല, സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്, എക്സ്ട്രീം ടേസ്റ്റ്, പാലടയൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ്, ഈ റോസ് പെറ്റൽസിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആക്ച്വലി. പിന്നെ തുളസിയില ചവച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും, ഭയങ്കര ടേസ്റ്റ്, ഒരു എക്സ്ട്രാ ടേസ്റ്റ് അതിന് ഫീൽ ചെയ്തു കേട്ടോ, ഒരു സ്മെല്ലും. പിന്നെ ഈ ഫ്രൂട്ട്സും ഈ പായസം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഏറ്റവും എക്സലൻ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിന് കാർഡമൺ, ആ ഏലക്ക ഒന്നും ചേർക്കരുതേ. ഈ തുളസിയിലയും റോസ് പെറ്റൽസും ഫ്രൂട്ട്സിൻ്റെ ഓരോരോ ഫ്ലേവർ, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലേവർ. അപ്പം നല്ല തകർപ്പനൊരു പായസമാണ്, വെറൈറ്റി പായസമാണ്. ഇക്കൊല്ലം വിഷുവിന് എല്ലാവർക്കും ഒരു വെറൈറ്റി പായസം തന്നെ ഞാൻ ഉണ്ടാക്കി കാണിച്ചതാണ്. സിമ്പിളാണ്, വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല കൂളായിട്ടുള്ള പായസമാണ്. ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂളായിട്ടുള്ളതാണ്. അപ്പം എല്ലാവർക്കും, പിന്നെ നെയ്യോ കാര്യങ്ങളോ കാഷ്നട്ട്സോ അങ്ങനെ ഫാറ്റ് ഐറ്റംസോ ഒന്നും തന്നെ വേറെ ഇല്ല. എല്ലാവർക്കും അപ്പം എൻ്റെ വിഷു ആശംസകൾ നേരുന്നു. ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ, ഒരു വെറൈറ്റി വീഡിയോയും കൊണ്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.